ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് അവസാനിച്ചതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ 2016 ഭൂരിപക്ഷത്തോളം എത്തുമോ എന്ന ആശങ്കയിലുണ്ടെങ്കിലും വിജയം ഉറപ്പാണെന്നാണ് LDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. 5000-ൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് UDFന്റെ പ്രതീക്ഷ. 34,000-ലധികം വോട്ടുകൾ NDA പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പോളിംഗ് ശതമാനത്തോളം എത്താത്തത് LDFനെയും UDFനെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. 2016-ൽ UR പ്രദീപ് നേടിയ ഭൂരിപക്ഷത്തോളം എത്താൻ കഴിയില്ലേ എന്നതാണ് LDFന്റെ ആശങ്ക. ബൂത്ത് തലത്തിൽ കണക്കുകളുടെ പ്രാഥമിക പരിശോധന പൂർത്തിയാകുമ്പോൾ ശക്തി കേന്ദ്രങ്ങളിൽ കൃത്യമായ പോളിംഗ് നടന്നുവെന്നാണ് LDF വിലയിരുത്തൽ. ഭരണവിരുദ്ധ വോട്ടുകൾ UDFലേക്ക് കേന്ദ്രീകരിക്കപ്പെടില്ലെന്നും LDF കണക്കുകൂട്ടുന്നു. അതെല്ലാം ഒരു നല്ല നിലയ്ക്ക് തന്നെ ഒരു റിസൾട്ട് ആവും തന്നെയാണ് എൻ്റെയൊക്കെ കണക്കൂട്ടൽ. MLA സമയത്ത് ഇടപെട്ടതും അവർ ആവശ്യപ്പെട്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തതുമെല്ലാം ഇപ്പോൾ അവർ തിരിച്ചത് പറഞ്ഞിരുന്നു. ഞങ്ങൾ എൻ്റെ കുടുംബവും മറ്റു കുടുംബാംഗങ്ങളും ബന്ധങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ട തീരുമാനം എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിച്ച് അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു പ്ലസ്സായും വരും എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. 6000-നും 8000-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള സാധ്യതയാണ് LDF ആദ്യഘട്ടത്തിൽ വിലയിരുത്തുന്നത്. ദേശമംഗലത്തും വരവൂരും വള്ളത്തോൾ നഗറിലും LDF ലീഡ് ചെയ്താലും മറ്റ് 6 പഞ്ചായത്തുകളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് UDF കണക്ക് കൂട്ടുന്നത്. പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവ് LDFന്റെ പരമ്പരാഗത വോട്ടർമാരിൽ ഒരു വിഭാഗം വിട്ടുനിന്നതിന്റെ ഫലമാണെന്നും UDF കണക്കാക്കുന്നു. ചേലക്കരക്കാർ കൈവിടില്ല, കാരണം അത്രയധികം അവർ സ്നേഹം തന്നിട്ടുണ്ട്, കൂടപ്പിറപ്പായിട്ട് കണ്ടിട്ടുണ്ട്, അവർ ചേർത്ത് നിർത്തും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സന്ധ്യാസമയത്തും നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. അതിനകത്ത് ഒരു തീരെ അതിനകത്ത് സംശയിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഈ സമയവും പറയാനുള്ളത്. 5000-ൽ താഴെ വോട്ടുകൾക്ക് വിജയമുറപ്പിക്കാൻ കഴിയുമെന്നാണ് UDF കരുതുന്നത്. ചേലക്കര നമ്മൾ ജയിക്കും. ഒരു 5000-ൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. 3000-നും 5000-നും ഇടയിൽ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ കണക്ക്. വലിയ വോട്ട് വർധനവ് ലക്ഷ്യമിട്ട് വന്ന NDA 30,000-ഓളം വോട്ടുകളാണ് പോളിംഗ് അവസാനിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത്. 3000-നും 4000-നും ഇടയിൽ വോട്ട് നേടാനാകുമെന്ന് PV അൻവറിന്റെ DMKയും പ്രതീക്ഷിക്കുന്നു. ന്യൂസ് മലയാളം, ചേലക്കര.